ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബന്ധികളാക്കിയ സ്ത്രീകൾ അവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഹമാസ് ഭീകരർ. എന്നിട്ട് ആ സ്ത്രീകളിൽ ഗർഭിണികളായ ആളുകൾക്ക് അബോർഷന്റെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ പുതിയതായി വന്ന റിപ്പോർട്ട്. ഇതിനായിട്ടുള്ള പദ്ധതികൾ ഇസ്രായേൽ അധികൃതർ തയ്യാറാക്കി തുടങ്ങിയെന്നും പ്രാദേശിക വാർത്താ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു. 130-ൽ പരം ഇസ്രായേലികളെയാണ് 4 മാസത്തോളമായി ഹമാസ് ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്. അതിൽ യുവതികളും കൗമാരക്കാരായ പെൺകുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലർ ബലാത്സംഗത്തിന് ഇരയായതായി പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയായി നിലവിൽ ഗർഭാവസ്ഥയിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലും ഗൈനക്കോളജിസ്റ്റുമാരുടെ ഇടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഗർഭഛിദ്രത്തിനുള്ള അഭ്യർത്ഥന സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ഒരു സമിതിയാണ്. എന്നാൽ ഇതിൽ ഇളവ് വരുത്തുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, മരിച്ചിനിയിൽ സാരിയോ പർദ്ദയോ ചുറ്റിയാലും പെണ്ണാണ് എന്ന് കരുതി പോയി ബലാത്സംഗം ചെയ്യുന്ന ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വീടുകളിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഇവർ ജൂതന്മാരാണ്, ജൂത സ്ത്രീകൾ ഇവർക്ക് ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള സെക്സ് ടോയ്സ് ആണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മതത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് മനുഷ്യത്വരഹിതമല്ല. ഹമാസ് വിട്ടയച്ച ഇസ്രായേലി പൗരന്മാരിൽ സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തതായി അസോസിയേറ്റഡ് പ്രസ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 110 ബന്ദികളിൽ കുറഞ്ഞത് 10 പുരുഷന്മാരും സ്ത്രീകളും ലൈംഗികമായി ആക്രമിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് അവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് ബന്ദികളാക്കിയ ചില സ്ത്രീകൾക്ക് ആർത്തവം നിലച്ചതായി ഗാസയിൽ 50 ദിവസത്തിലേറെ തടവിൽ കഴിഞ്ഞ് മോചിതനായ ചെൻ അൻമോഗ് എന്ന് പറയുന്ന ഗോൾഡ്സ്റ്റൈൻ പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് ഈ വെളിപ്പെടുത്തൽ നടന്നത്. അതിനിടയിൽ ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെ അനുചിതമായ വസ്ത്രങ്ങളോടെ താൻ കണ്ടതായി ഹമാസിന്റെ മുൻ തടവുകാരിയായ അവീവ സീഗൽ അടുത്തിടെ ഇസ്രായേൽ അധികൃതരോട് വെളിപ്പെടുത്തി. തങ്ങൾ തടവിലാക്കിയ സ്ത്രീകളെ ഹമാസ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗപ്പെടുത്താനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന പാവകളെ പോലെ മാറ്റിയതായും അവർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നുമാണ് സീഗൽ വെളിപ്പെടുത്തിയത്. ശേഷിക്കുന്ന ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് അവരുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം അവർ തടവിൽ കഴിയുന്നുവോ അത്രത്തോളം അവർ ഗർഭിണികളാകാനുള്ള സാധ്യത കൂടുതലാണെന്നും അവർ പീഡിപ്പിക്കാനുള്ള വഴി വെട്ടിക്കൊടുക്കലാണെന്നുമാണ് അവർ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ഗർഭം അലസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ഭയപ്പെടുന്നു. അതേസമയം തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്ന സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തികവും നിയമപരവും മാനസികവുമായ പിന്തുണ ലഭിക്കുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്താ അതിക്രമമാണെന്ന് നോക്കൂ. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ അടിമ സ്ത്രീകളെ എമ്പാടും ഉപയോഗിക്കാം. ഒരു രാജ്യത്ത് ചാടിക്കയറി ആ രാജ്യത്തുള്ള പുരുഷന്മാരെയും ആൺകുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കി സ്ത്രീകളെയും പെൺകുട്ടികളെയും പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ലൈംഗികമായി ഉപയോഗിക്കാം എത്ര വേണമെങ്കിലും മുസ്ലിം പുരുഷന്മാർക്ക്. ഇതാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ശരീഅത്ത് നിയമം. ഇതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഹമാസ് ഭീകരർ ഈ സൗന്ദര്യമുള്ള കാണാൻ കൊള്ളാവുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ വെറുതെ വിടുമോ? ഗാസയിലും ഖാൻ യൂനിസിലും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. 200ഓളം പലസ്തീനികളാണ് ഇന്നു മാത്രം കൊല്ലപ്പെട്ടത്. ജനീനിലും ഖാൻ യൂനിസിലും കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അൽ അഖ്സ, അൽ അമൽ, നാസർ ഹോസ്പിറ്റൽ എന്നിവയ്ക്കു നേരെയും ശക്തമായ ആക്രമണം നടന്നു.
ഇസ്രായേൽ ഹമാസ് ആക്രമണങ്ങളുടെ രൂക്ഷമായി തുടരുമ്പോഴും ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മൊസാദിന്റെയും CIA ഡയറക്ടർമാർ ഖത്തർ പ്രധാനമന്ത്രിയെ കാണും. ഈജിപ്റ്റ് ഇന്റലിജൻസ് മേധാവിയും ചർച്ചയിൽ സംബന്ധിക്കും. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കുന്നതും ചർച്ച ചെയ്തു വരികയാണ്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതിനിടയിൽ ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സൂചനകൾ വരികയാണ്. ബന്ദികളുടെ കൈമാറ്റം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോഴും ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഭാഗത്ത് നീക്കം പല രാജ്യങ്ങളും മുന്നിട്ട് വന്ന് തുടരുമ്പോഴും മറുഭാഗത്ത് രൂക്ഷമായി യുദ്ധം തുടരുകയാണ്. ഇസ്രായേലിന്റെ കനത്ത ബോംബാക്രമണമാണ് ഖാൻ യൂനിസിലും പരിസരത്തും നടക്കുന്നത്. അൽ അഖ്സയിലും അൽ അമനിലും അതുപോലെ നാസർ ഹോസ്പിറ്റലിന് നേരെയും കനത്ത രൂപത്തിലുള്ള ബോംബാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജനങ്ങൾ പരക്കം പായുകയാണ്. പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് സാധാരണ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഒഴിഞ്ഞു പോകുന്നത് അസാധ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 200 പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനോട് ഇതുവരേക്കും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും നോക്കിയിരിക്കുകയാണവർ. അതേസമയം മൊസാദിന്റെയും CIA ഡയറക്ടർമാർ ഖത്തർ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നതും പ്രധാനമായും ഇത്യാദി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ്. ഈജിപ്തിന്റെ ഇന്റലിജൻസ് മേധാവിയും ചർച്ചയുടെ ഭാഗമാകും. കാരണം കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരൻ ഓടി ചെന്നത് ഈജിപ്തിലേക്കായിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളും ഇസ്രായേലും തമ്മിൽ നല്ല ഒരു ബന്ധമാണല്ലോ, യുദ്ധമൊന്ന് അവസാനിപ്പിക്കണം, വെടിനിർത്തലിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മീഡിയേറ്ററായി നിൽക്കണമെന്നാണ് ഈജിപ്തിനോട് ഹമാസ് മേധാവി ആവശ്യപ്പെട്ടത്. ഗാസയിൽ താൽക്കാലികമായ വെടിനിർത്തലിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനുപരിയായി ഈ വെടിനിർത്തൽ ശാശ്വതമായ പരിഹാരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ഹമാസ് ആവർത്തിക്കുമ്പോഴും ഇസ്രായേൽ ഒരിക്കലും ഈ യുദ്ധം ഉടനെയെങ്ങും അവസാനിക്കില്ലെന്നും ഇതിനൊരു പ്രതിവിധി ഞങ്ങൾ കാണുന്നത് വരെ ഈ യുദ്ധം തുടരുമെന്നുമാണ് പറയുന്നത്. ഗാസയിലെ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. UN ആവശ്യപ്പെട്ടാലും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും തങ്ങൾക്കെതിരെ നിന്നാലും ശരി, പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിന് അറിയാം ആരോട് എപ്പോൾ എന്ത് എങ്ങനെ എത്ര പ്രവർത്തിക്കണം എന്നത്. ഞങ്ങളുടെ രാജ്യത്തിനുണ്ടായ ആഘാതം, ഞങ്ങളുടെ സൈനികർ മരണപ്പെട്ടത്, ഞങ്ങളുടെ സ്ത്രീകൾ ഹമാസ് ഭീകരരാൽ ഗർഭിണികളാക്കപ്പെട്ടത്, ഇപ്പോഴും ബന്ധികളായി അനുഭവിക്കുന്നത്, ഇതിനൊക്കെ ഒരു പരിഹാരം ഞങ്ങൾ കാണും. ഇതിനൊക്കെ പ്രതികാര നടപടി എന്ന വണ്ണം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമെന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത്. നന്ദി.